കർണാടക ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റിനായി കോൺഗ്രസ് കോഴ നൽകിയെന്ന ആരോപണം. ദേവാങ്കരെ സൗത്ത് മണ്ഡലത്തിൽ സീറ്റ് ഉറപ്പിക്കാൻ 10 കോടി നൽകിയെന്നാണ് ആരോപണം. മുസ്ലിം ഭൂരിപക്ഷ മണ്ഡലത്തിൽ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് പകരം അവസരം നൽകിയത് മറ്റൊരു കോൺഗ്രസ് നേതാവിന്. വിഷ്ണു തലവൂർ കൂടി ദില്ലിയിൽ നിന്ന് ചേരുന്നുണ്ട്. വിഷ്ണു, ഇപ്പോൾ കർണാടക ഉപതെരഞ്ഞെടുപ്പിൽ സീറ്റിനായി കോൺഗ്രസ് കോഴ നൽകിയെന്നുള്ള ആരോപണമാണ് പുറത്തു വരുന്നത്. അതും 10 കോടി നൽകിയെന്നാണ് ആരോപണം. വിവരങ്ങൾ എന്തൊക്കെയാണ്? അവന്തിക, ഹരിയാനയിൽ നിന്നും 7 കോടി ഇത്തരത്തിൽ സീറ്റിനു വേണ്ടി കോൺഗ്രസ് നേതാക്കൾക്ക് നൽകിയെന്ന ആരോപണത്തിന് അല്ലെങ്കിൽ പരാതിക്ക് പിന്നാലെയാണ് ഇപ്പോൾ കർണാടകയിൽ നിന്നും സമാനമായിട്ടുള്ള ഒരു ആക്ഷേപം അല്ലെങ്കിൽ പരാതി ഉയർന്നു വരുന്നത്. അതായത് ഇത്തവണ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന കർണാടകയിലെ സൗത്ത് ദേവാങ്കരെ മണ്ഡലത്തിലാണ് ഇത്തരത്തിൽ സീറ്റ് ഉറപ്പിക്കുന്നതിന് വേണ്ടി 10 കോടി രൂപ നേതൃത്വത്തിന് നൽകിയത്. കേരള തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്കാണ് ഇത്തരത്തിൽ 10 കോടി രൂപ നൽകി എന്നൊരു ആരോപണം ഇപ്പോൾ ഉയർന്നു വരുന്നത്. പ്രത്യേകിച്ച് നിലവിൽ അവിടെ ദേവാങ്കര മണ്ഡലത്തിലെ സിറ്റിംഗ് MLA ആയിട്ടുള്ള ശിവശങ്കരപ്പ മരിച്ചതിനെ തുടർന്നാണ് ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് വരുന്നത്. പക്ഷേ അവിടെ 80,000-ഓളം മുസ്ലിം വോട്ടുകളുള്ള ഒരു മണ്ഡലമാണ്. മുസ്ലിം സമുദായത്തിന് അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ ഇത്തവണ നിർത്തണമെന്നൊരു ആവശ്യവും കർണാടകയിലെ മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട മന്ത്രിമാരുൾപ്പെടെ ശക്തമായി മുന്നോട്ട് വെച്ച ഒരു ഘട്ടം കൂടിയാണ്. പക്ഷേ ആ ഒരു എതിർപ്പൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ്, ആവശ്യമൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ നിലവിലത്തെ ക്യാബിനറ്റ് മന്ത്രിയായിട്ടുള്ള SS മല്ലികാർജുനയുടെ മകൻ സമർത്ഥ മല്ലികാർജുനയ്ക്ക് പാർട്ടി നേതൃത്വം ഒരു സീറ്റ് നൽകിയിരിക്കുന്നത്. ആ സീറ്റ് നൽകുന്നതിൽ പോലും വലിയ എതിർപ്പുകൾ, പ്രത്യേകിച്ച് മുസ്ലിം സമുദായം മറ്റ് ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നാൽ തോൽപ്പിക്കുമെന്നതടക്കം നേതൃത്വത്തെ കൃത്യമായി അറിയിക്കുകയും സോണിയാഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയിരുന്നെങ്കിലും KC വേണുഗോപാൽ ഉൾപ്പെടെയാണ് ചർച്ചകൾ നടത്തിയപ്പോൾ സമർത്ഥിന് തന്നെ സീറ്റ് നൽകുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച പാർട്ടി സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ സമർത്ഥ ഇത്തരത്തിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് പിന്നാലെയാണ് കോൺഗ്രസ് പാർട്ടി സമർത്ഥ മല്ലികാർജുനയെ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയെ ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തൊരു സാഹചര്യമുള്ളത്. ഏതായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വലിയ തലത്തിലുള്ള പ്രതിഷേധം മുസ്ലിം വിഭാഗങ്ങൾക്കിടയിൽ നിന്ന് കോൺഗ്രസ് നേതൃത്വത്തിനെതിരെ ഉയർന്നു വരുന്നുണ്ട്. അതിൽ തന്നെയാണ് ഇത്തരത്തിൽ SS മല്ലികാർജുന ഇത്തരത്തിൽ 10 കോടി രൂപ കേരള തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് കോൺഗ്രസ് നേതൃത്വത്തിന്, അതായത് KC വേണുഗോപാൽ ഉൾപ്പെടെ കോൺഗ്രസ് നേതൃത്വത്തിന് നൽകി എന്നൊരു പരാതി കൂടി ഈ ഘട്ടത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. അവന്തിക.